വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു നാടിനെ ഒന്നടങ്കം നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കല്ലൂർ എന്ന ഗ്രാമത്തിന്റെ എല്ലാമായിരുന്ന പൊന്നു ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റാൻ ഏറെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടവർ പൊന്നു എന്ന് വിളിക്കുന്ന അഞ്ജല ഫാത്തിമ. പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച അഞ്ജല കുടുംബത്തിന്റെ വലിയൊരു പ്രതീക്ഷ കൂടിയായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് കുടുംബത്തിനും പരിചിതർക്കുമെല്ലാം പ്രിയപ്പെട്ടവളായി മാറിയത് ഇത്ര പെട്ടെന്ന് പോകാനായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്ര കടയടങ്ങാട് സ്വദേശിയും മൈസൂർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ MSc അവസാന വർഷ വിദ്യാർത്ഥിനിയുമായിരുന്ന കലൂർ ഹൌസിൽ അഞ്ജല ഫാത്തിമ എന്ന 24 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയായിരുന്നുവെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. മൈസൂരുവിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റാണ് അഞ്ജലയെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് കരളിന്റെ പ്രവർത്തനം തകരാറിലായതോടെ പിന്നീട് അഞ്ജലയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിൽ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ കരൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു. ഇതോടെ അഞ്ജലയുടെ ഉറ്റവരും ഏറെ പ്രതീക്ഷയിലായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. കരൾ അവിടെ നിന്നും എത്തിക്കാൻ എയർ ആംബുലൻസും തയ്യാറാക്കി. എന്നാൽ പിന്നീടാണ് എല്ലാവരെയും സങ്കടത്തിലാക്കിക്കൊണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്നും പുറത്തെടുത്ത കരൾ അഞ്ജലയുടെ ശരീരത്തിൽ മാറ്റിവെക്കുന്നതിന് യോഗ്യമല്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞത്. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ അവസാന സാധ്യതയമടഞ്ഞതോടെ ഇന്നലെ വൈകിട്ടോടെയാണ് അഞ്ജല മരണത്തിന് കീഴടങ്ങുന്നത്. മൈസൂരുവിൽ നിന്നും സുഹൃത്തുക്കളോടൊപ്പം കഴിച്ച ഷവർമയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പേരാമ്പ്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് അലിയുടെയും കൂത്താളി AUP സ്കൂളിലെ അധ്യാപികയായ നബീസയുടെയും മകളാണ് അഞ്ജല. ആശുപത്രി നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വ്യാഴാഴ്ച വൈകിട്ട് കൈപ്രം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.